സരീഷ് പി കെ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കാസർഗോഡ് നിന്ന്. സരീഷ്, കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ശക്തമായ മഴയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? മഴക്കെടുതികൾ ഏത് വിധത്തിൽ? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യാൻ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടവിട്ടുള്ള മഴയാണ് പല മേഖലകളിലും, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ വളരെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാസർഗോഡ്, മഞ്ചേശ്വരം, ഹൊസ്ദുർഗ്, വെള്ളരിക്കുണ്ട് താലൂക്കുകളിൽ മഴ ശക്തമാവുകയും അവിടെ പയസ്വിനിപ്പുഴ ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ മാലോത്ത് വില്ലേജിൽ ക്യാമ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഗവൺമെൻറ് LP സ്കൂളിൽ, അതായത് പറമ്പ ഗവൺമെൻറ് LP സ്കൂളിലാണ് ഇപ്പോൾ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ 10 കുടുംബങ്ങളെയാണ് അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൃത്യമായ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീലേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് കാസർഗോഡ് ജില്ല കടക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ തുടർച്ചയായി മലയോര മേഖലകളിൽ പെയ്ത മഴയുടെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിലൂടെ കൂടി ഈ വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ടുള്ള മഴയാണ് കണ്ണൂർ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഇടവിട്ടുള്ള മഴ ഒരുപക്ഷെ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചാല തോട് കരകവിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉൾപ്പെടെ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ അതായത് സമാനമായി നാളെ കൂടി മഴ പെയ്യുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും വെള്ളം കയറുകയും കക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായി മാറാൻ പോകുന്നത് ഈ ഇടവിട്ടുള്ള മഴ. ഒരു മഴ പെയ്യുന്നു, അതിനുശേഷം താൽക്കാലികമായി ആ മഴ നിൽക്കുന്നു, പിന്നീട് ഒരു വെയിലിലേക്ക് വരുന്നു, വീണ്ടും മഴ പെയ്യുന്നു. അങ്ങനെ ഇടവിട്ടുള്ള മഴയാണ് ഉണ്ടാവുന്നത്. പക്ഷേ മലയോര മേഖലകളിൽ ഈ കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള ഉളിയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതലായി മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പഴശ്ശി ഡാമിൻ്റെ 16 ഷട്ടറുകളിൽ 13 ഷട്ടറുകളും നിലവിൽ തുറന്നിട്ടുണ്ട്. 21 അടിയോളമാണ് ഇപ്പോൾ ജലനിരപ്പ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി വീണ്ടും ആ മേഖലകളിലൊക്കെ മഴ തുടരുകയാണെങ്കിൽ ഷട്ടറുകൾ പൂർണ്ണമായി നിലവിൽ 16-ൽ 13 തുറന്നിരിക്കുന്നത്. 16 ഷട്ടറുകളും തുറക്കുന്നൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായും മറ്റ് പുഴകളിലേക്ക്, അഞ്ചരക്കണ്ടി പുഴ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മട്ടന്നൂരും ഒപ്പം തെല്ലങ്കേരി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിൽ പുഴകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത്. ഒപ്പം ലിനറ്റ് വർഗീസും. കേരളത്തിൽ മഴ തുടരുകയാണ്.